കാസർഗോഡ് ചീമേനിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നു എന്ന പരാതി. 5 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. ഫീൽഡ് ഓഫീസർ എം പ്രദീപിന്റെ ഇരട്ട വോട്ടിനെക്കുറിച്ച് സംസാരിക്കുന്ന ഓഡിയോ സഹിതമാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പുതിയ ഐ ഡി കാർഡ് ആവൂല. അത് ഈ പുതിയ വോട്ടായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതാണ് ഇങ്ങനെ വന്നത്. ഡ്യൂപ്ലിക്കേറ്റിന് 8 ഗ്രേഡായിട്ട് കൊടുക്കണം. ഇത് ഫോറം 6 കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പം നമ്മയും കണ്ടുപിടിച്ചിട്ടാ അത് ഇത് നമുക്കൊരു വീട്ടിനായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമത്ത ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ വോട്ട് ചെയ്യുന്ന ചെയ്തു വിട്ടത്. നമ്മത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി. നമുക്ക് പ്രശ്നമാണ് ഇത്. നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ്. അരുൺ, എന്താണ് വിവരം? ഉന്മേഷ്, ചീമേനി ചെമ്പ്രക്കാനത്ത് MV ശില്പരാജാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും വിജിലൻസിനും ഇന്റലിജൻസ് ADGPക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. ശില്പരാജിന്റെ ഇരട്ട വോട്ടർ പട്ടികയിൽ കണ്ടെത്തി. ഇത് റദ്ദാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഇക്കാര്യം അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥനാണ് ഈ പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവർ തുടർന്ന് ശില്പരാജുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ്. ഈ ഉദ്യോഗസ്ഥരിൽ സംശയം തോന്നിയ ശില്പരാജ് അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് താൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 5ഓളം സ്ഥലങ്ങളിൽ ഇരട്ട വോട്ട് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ ഇതൊന്നും താൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന് കാരണം ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. ഇടതുപക്ഷത്തിന് ഒരു 2 വോട്ട് അധികം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഈ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുന്നത്. എന്തായാലും ശില്പരാജ് ജില്ലാ കളക്ടർക്കും ഇന്റലിജൻസ് ADGPക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.